കുടുംബം എന്നാൽ അച്ഛൻ, അമ്മ, മക്കൾ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും മക്കളും അദ്ദേഹം ചേർന്നതാണ് കുടുംബം. ബാക്കിയുള്ള അംഗങ്ങളുടെയൊക്കെ പിന്നീടാണ് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാര്യയും ഭർത്താവും മക്കളും എന്നതാണ് ഒരു കുടുംബം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പലരുടെയും കുടുംബം പല തരത്തിലായിരിക്കും. ചിലർക്ക് ചില കുടുംബത്തിൽ നല്ല സമാധാനം കാണും, ചിലതാണെങ്കിൽ എന്നോ അടിയും വഴക്കും ആയിരിക്കും. ഞാൻ ഇന്ന് ഒരു കുടുംബത്തിലെ 2 പേരുടെ സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരച്ഛൻ്റെയും മകൻ്റെയും. ഈ അച്ഛനാണെങ്കിൽ ജോലി ചെയ്ത് ശമ്പളമല്ല ഈ ഭാര്യയുടെ കയ്യിൽ കൊണ്ട് കൊടുത്ത്, അപ്പോൾ അവിടുത്തെ കുടുംബം കൺട്രോൾ എന്ന് പറയുന്നത് ഈ അമ്മയാണ്. ഈ അമ്മ ഒറ്റയ്ക്ക് ഒരിടം പോയില്ല, എവിടെ പോയാലും ഈ അച്ഛൻ കൂടെ പോകും. അമ്പലത്തിൽ പോയാലും, ജോലിക്ക് കൊണ്ടാക്കാൻ പോയാലും, വേറെ വിവാഹത്തിനും ബന്ധുക്കളും എവിടെ പോയാലും ഈ അച്ഛനും അമ്മയും ഒരുമിച്ച് പോവുള്ളൂ. ആഹാരം കഴിക്കുന്നതായാലും എത്ര നേരം ആഹാരം കഴിച്ചാലും ഈ അച്ഛനും അമ്മയും ഒരുമിച്ച് ആഹാരം കഴിക്കുകയുള്ളൂ. അങ്ങനെ അച്ഛനും അമ്മയും നല്ല സമാധാനത്തിൽ ജീവിക്കണം. എന്നാൽ അവരുടെ മകനുണ്ട്. ആ മകൻ ഇവരുടെ ഓപ്പോസിറ്റാണ്. അദ്ദേഹമാണെങ്കിൽ കാശെല്ലാം കൊണ്ടുവന്ന് ഭാര്യയെ ഒളിച്ചു വയ്ക്കും. ഭാര്യയെ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകില്ല. അമ്പലത്തിലോ ബന്ധുക്കളുടെ വീട്ടിലോ കൊണ്ടുപോകാൻ പറഞ്ഞാൽ കൊണ്ടുപോകില്ല. അമ്പലത്തിൽ പോകാൻ ഭാര്യ ഒരുങ്ങി നിൽക്കുമ്പോൾ ഈ മകൻ എന്ത് ചെയ്യും? നേരത്തെ ഒരുങ്ങി അങ്ങ് പൊയ്ക്കളയും. ഭാര്യ ഒരുങ്ങി ഇറങ്ങുന്നതിന് മുമ്പേ അദ്ദേഹത്തിന് ജോലി നോക്കി അങ്ങ് പോകും. ഈ ഭാര്യ ഒരിടം കൊണ്ടുപോകില്ല. നീ വേണമെങ്കിൽ നിൻ്റെ കാര്യം നോക്കിപ്പോ എന്ന ഒരു നിലപാടാണ് ഈ മകൻ. എന്നാൽ ആ ഭാര്യ സുരക്ഷിതമായി ഏതെങ്കിലും ഓട്ടോയിലോ എന്തെങ്കിലും പോയാൽ നീ എന്തിനാ ഓട്ടോ പിടിച്ചു പോയി എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കും. എന്നാൽ ഈ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, നിൻ്റെ അച്ഛൻ എന്നെ നല്ലതായിട്ട് നോക്കുന്നില്ല, എന്നാൽ നിൻ്റെ ഭാര്യയെയും നീ നല്ലതായിട്ട് നോക്കണം എന്ന് ഈ അമ്മ ഒരിക്കലും പറഞ്ഞു കൊടുക്കില്ല. ഒരു വീട്ടിലെ 2 കുടുംബം 2 സ്വഭാവം. ഇങ്ങനെ പോയാൽ ആദ്യത്തെ അച്ഛൻ്റെ അമ്മയുടെ സമാധാനം ശരിയായി. മകൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഒരു സമാധാനം കൊള്ള ഭർത്താവോടും കൊണ്ട് ആഹാരം കഴിക്കുന്നതാണെങ്കിൽ ഭാര്യയോടൊപ്പം കഴിക്കുകയില്ല. ഭാര്യ വിളമ്പി കൊടുത്തിട്ട് ഭാര്യയ്ക്ക് ചോറെടുക്കുന്നതിന് മുന്നേ അദ്ദേഹം എണീറ്റ് അങ്ങ് പോയിക്കണം, അല്ലെങ്കിൽ വളരെ ലേറ്റായി വന്ന് ആഹാരം കഴിക്കും. അതാണ് ജീവിതത്തിൻ്റെ വിരോധാഭാസം. നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി ഒരു നല്ലൊരു കുടുംബിനിയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മക്കളെ കരുതിയോ കുടുംബത്തെ കരുതിയോ മിണ്ടാതെ അങ്ങ് പോകും. അപ്പോൾ ഇങ്ങനെയുള്ള വീടുകളിലായിരിക്കും കൂടുതൽ ഡൈവേഴ്സോ അങ്ങനെയൊക്കെ. ചിലരാണെങ്കിൽ എന്തിനും നമ്മൾ ഇത്രയും സഹിച്ച് ജീവിക്കുന്നത് വേണ്ടാന്നും പറഞ്ഞ് കളഞ്ഞിട്ടങ്ങ് പോകും. ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ വേറൊന്നും നല്ലത് തേടി പോകുമ്പോൾ അത് നല്ലതായിരിക്കണമെന്നില്ല. കിട്ടിയത് കൊണ്ടുവച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. അതാണ് കുടുംബജീവിതം.